പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 1 ശനി. പ്രധാന വാർത്തകൾ. മസ്കത്ത് ഗവർണറേറ്റിലെ ആമിറാത്ത് ബൌഷർ റോഡിൽ വാഹനത്തിന് തീപിടിച്ചു. ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തി തീയണയിച്ചു. സംഭവത്തിൽ പരിക്കുകളോ ആളപായമോ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് പറയുന്നു. നിരത്തുകളിൽ വിവിധ കാരണങ്ങളാൽ തീപിടുത്തങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒമാനിലെ പൗരന്മാർക്കും താമസക്കാർക്കും ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് റംസാൻ ആശംസകൾ നേർന്നു. എല്ലാ ജനങ്ങൾക്കും റംസാനിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയാൻ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെന്ന് ആശംസാ സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു. റംസാനിലെ റോയൽ ഒമാൻ പോലീസിന്റെ വിവിധ സേവന വിഭാഗങ്ങളിലെ സമയക്രമം പ്രഖ്യാപിച്ചു. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ആയിരിക്കും പ്രവർത്തിക്കുകയെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ തുടരുമെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ബെലാറസ് എയർലൈൻ ബലാവിയയുടെ ഒമാനിലേക്കുള്ള ചാർട്ടർ വിമാന സർവീസുകൾക്ക് തുടക്കം. ബെലാറസ് തലസ്ഥാനമായ മിൻസ്ക് നഗരത്തിൽ നിന്നുള്ള ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം സലാലയിലെത്തി. വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ആഴ്ചയിൽ ഒരു സർവീസ് വീതം നടത്തും. ഏകദേശം 7 മണിക്കൂറായിരിക്കും വിമാനത്തിന്റെ പറക്കൽ സമയമെന്ന് ബെലാറസിലെ റിപ്പബ്ലിക്കൻ യൂണിയൻ ഓഫ് ടൂറിസ്റ്റ് ഓർഗനൈസേഷൻ വ്യക്തമാക്കി. നവീകരണ പ്രവൃത്തികൾക്ക് ശേഷം കൂടുതൽ യാത്രാ സൗകര്യങ്ങളോടെ മസ്കത്ത് ഗവർണറേറ്റിലെ അൽഖൂത്ത് പ്രദേശത്തെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് യാത്രയ്ക്കായി തുറന്നു നൽകി. വ്യാഴാഴ്ച വൈകിട്ട് മുതലാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റി റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് യൂണിവേഴ്സിറ്റി സ്ട്രീറ്റും വീണ്ടും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. അൽഖൂത്ത് പാലം മുതൽ സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി വരെയുള്ള റോഡിൽ കഴിഞ്ഞ മാസങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവൃത്തികൾ നടന്നുവരികയായിരുന്നു. ഒമാനെയും UAEയെയും ബന്ധിപ്പിക്കുന്ന പുതിയ അതിർത്തി തുറന്നു. ദിബ്ബ ഫുചൈറ ബോർഡർ ക്രോസിംഗ് ആണ് ബുധനാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്ര സുഗമമാക്കുന്നതിനും പൗരന്മാർക്കും യാത്രക്കാർക്കും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ അതിർത്തി പോസ്റ്റ്. 1 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പുതിയ അതിർത്തി പോസ്റ്റിൽ 19 കെട്ടിടങ്ങൾ പ്രവർത്തിക്കും. യാത്രാ സൗകര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒമാനും UAEയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് പുതിയ സൗകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. അതിർത്തി കവാടങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ എല്ലാ യാത്രാ നടപടിക്രമങ്ങളും പാലിക്കുന്നുണ്ടെന്നും രേഖകൾ കൈവശം വയ്ക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മുസന്തമിലേക്ക് അയൽരാഷ്ട്രത്തിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ഇരു രാഷ്ട്രങ്ങളിലെയും പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്ര സുഗമമാക്കുന്നതിനും ദിബ്ബ ഫുചൈറ പുതിയ ബോർഡർ ക്രോസിംഗ് ഗുണം ചെയ്യും. 2 മാസം മുമ്പ് മുതൽ മനസ്സ് തൊട്ട് നടത്തിവന്ന ഇസ്ലാമിക വിശ്വാസികളുടെ തേട്ടം സാഫല്യത്തിൽ. റംസാന്റെ വരവറിയിച്ച് മാനത്ത് ചന്ദ്രക്കല തെളിഞ്ഞതോടെ വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനയുടെയും രാപ്പകലുകൾക്ക് തുടക്കമായി. സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹജീവി സ്നേഹത്തിന്റെയും രാപ്പകലുകൾ വിരുന്നെത്തി. ആത്മാവിനെ വിമലീകരിക്കാനും അതിലൂടെ സ്രഷ്ടാവിന്റെ അടുപ്പം കരസ്ഥമാക്കാനുമായി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഇസ്ലാമിക വിശ്വാസികൾ മത്സരിക്കുന്ന മാസം വിശുദ്ധ റംസാന് സ്വാഗതം. അഹ്ലാൻ റംസാൻ. വിശുദ്ധ റംസാൻ മാസത്തിന്റെ പവിത്രധന്യമായ നിമിഷങ്ങളെ സ്വാഗതം ചെയ്ത് രാജ്യവും ജനങ്ങളും നന്മയുടെ നാളുകളെ എല്ലാ നിലയിലും ഗംഭീരമാക്കി സ്വീകരിക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നത്. അന്നപാനീയങ്ങളും വികാരവിചാരങ്ങളും വെടിയുന്നതിനൊപ്പം ആരാധനയുടെയും ഖുർആൻ പാരായണത്തിന്റെയും കാരുണ്യ കൈനീട്ടത്തിന്റെയും ദിനരാത്രങ്ങളാണിനി. ആരാധനകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് വിശുദ്ധ റംസാൻ. ഒരു മാസം ഇനി തറാവീഹും ഇഫ്താറും സമ്മാനിക്കുന്ന അനിർവചനീയമായ അനുഭൂതിയുടെ കാലം. പാപങ്ങൾ പുറത്തുകിട്ടാൻ നാഥനോട് കേണപേക്ഷിക്കുന്ന സമയമാണ് വിശ്വാസികൾക്ക് നോമ്പുകാലം. പുണ്യം കൊതിക്കുന്നവർക്ക് വിശ്രമമില്ലാത്ത നാളുകൾ. ഇതര ഗൾഫ് നാടുകളിലും
ഇന്ന് തന്നെയാണ് റംസാൻ 1. ബ്രേവ് ഹാർട്ട് MTCL പ്രീമിയർ ലീഗ് പ്രഥമ പതിപ്പിൽ MCC 11 സുവൈക്ക് കിരീടം സ്വന്തമാക്കി. ആമിറാത്ത് ഒമാൻ ക്രിക്കറ്റ് ഇന്റർനാഷണൽ ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ എതിരാളികളായ ദോരകാദിഷ് 11-നെ 10 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ടൂർണമെന്റിൽ ഉടനീളം ഒരു കളി പോലും തോൽക്കാതെ ഫൈനലിൽ എത്തിയ 2 മികച്ച ടീമുകളാണ് കലാശപ്പോരിൽ ഏറ്റുമുട്ടിയത്. ഫൈനലിൽ ഉൾപ്പെടെ മികച്ച ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച MCC 11 സുവൈക്ക് താരമായി സലീം അസ്ലം ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡ് കരസ്ഥമാക്കി. മികച്ച ബൗളർ ആയി യൂണി ടെസ്റ്റ് താരമായ റിഷാദ് വരയിൽ 7 വിക്കറ്റ് നേട്ടത്തോടെ സ്വന്തമാക്കി. മികച്ച ബാറ്ററായി 2 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ ഉജ്ജ്വല പ്രകടനത്തോടെ തോമസ് ഡയസും നേടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.